ഇപ്പോൾ വസന്ത് സിറിയക്ക് ചൂണ്ടിക്കാണിച്ചത് അവരുടെ ആശങ്കകളാണ്. പോറ്റി എന്ന് പറയുന്ന അയാളൊരു കൺവിൻസിങ് സ്റ്റാറാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും ദീർഘകാലം തട്ടിപ്പ് നടത്തിയത്. അയാളുടെ കയ്യിൽ പല ആളുകളുടെ വിവരങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പല ആളുകളുമായിട്ടുള്ള ബന്ധം മറച്ചു വെച്ചതുണ്ടാവും. ഇതുവരെ SITയോട് പറയാത്ത കാര്യങ്ങൾ ഉണ്ടായേക്കാം. പുറത്തിറങ്ങി വരുന്ന പോറ്റി സർവതന്ത്ര സ്വതന്ത്രനാണ് എങ്കിൽ പോറ്റിയെ സ്വാധീനിക്കാനും പോറ്റിക്ക് ഇനിയും സ്വാധീനിക്കാനും കഴിയില്ലേ എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം? ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി അപക്വമായ ചില കാര്യങ്ങൾ, സാങ്കല്പികമായിട്ടുള്ള ചില ആശങ്കകളും കഥകളും അതുപോലെ തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് കൂട്ടിച്ചേർത്ത് പറയുന്നത്. UDFന്റെ ആഗ്രഹത്തിനും ആശങ്കയ്ക്കും അനുസരിച്ച് ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒറ്റ ചോദിക്കട്ടെ, ഈ കേരളത്തിലോ ഇന്ത്യയിലോ 15 ദിവസം നടത്തുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഒരു ഭരണഘടനാ കോടതി പരിശോധിക്കുന്ന ഏതെങ്കിലും അന്വേഷണം ഇതുവരെ ഇന്ത്യയുടെ നിയമന്യായ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആ 15 ദിവസം കഴിഞ്ഞ് പരിശോധിച്ചിട്ട് അന്വേഷണം ഇന്ന തരത്തിൽ പോകണമെന്ന് കണ്ടിന്യൂസ് റെഗുലർ മോണിറ്ററിംഗ് നടക്കുന്ന ഒരു കേസ് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു കേസിൽ കൃത്യമായി ഹൈക്കോടതി പറയുകയാണ്, ഞങ്ങൾ മാത്രമാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഓരോ 15 ദിവസത്തിനിടയിൽ സീൽഡ് കവറിൽ അതുപോലെ തന്നെ ഇൻ ക്യാമറ കോർട്ടിൽ പരിശോധിക്കുന്നത്, മറ്റാരും പരിശോധിച്ചിട്ടില്ല. അത്തരം ഒരു കേസിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ അന്വേഷണം സത്യസന്ധമായ രീതിയിലാണ് പോകുന്നത്, മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടും. പെട്ടെന്ന് ഒരു കത്തിക്കുത്തു കേസിൽ കൊടുക്കുന്നത് പോലെ കുറ്റപത്രം കൊടുക്കേണ്ട കേസല്ല. സാങ്കേതികമായി നിരവധി റിപ്പോർട്ടുകൾ വേണം. ഈ കൊണ്ടുപോയ സ്വർണം അത് ശബരിമല പാളിയിൽ നിന്ന് തന്നെയാണോ, അത് തന്നെയാണോ കൊണ്ടുപോയി ഉരുക്കിയത്, വിറ്റത്, അതിന്റെ എല്ലാ പരിശോധനയും നടത്തി ഫ്ലോറൻസിക് റിപ്പോർട്ട് ഇല്ലാതെ ഒരു ഇടക്കാല കുറ്റപത്രം കൊടുക്കാൻ പറ്റുമോ? മിസ്റ്റർ അഭിലാഷ്, ഇടക്കാല കുറ്റപത്രം എന്ന് പറയുന്ന ഒരു വാക്ക് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഇല്ല. അങ്ങനെ ഒരു രീതിയില്ല. പോലീസ് നടത്തുന്ന അന്വേഷണം, അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം ക്രോഡീകരിച്ച് റിപ്പോർട്ട് അന്തിമമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നീട് വരുന്ന പല വെളിപ്പെടുത്തലുകളും പല തെളിവുകളും കൂട്ടി അഡീഷണൽ കുറ്റപത്രം കൊടുക്കും. അല്ലാതെ ആദ്യം തന്നെ ഇടക്കാല ഉത്തരവ് കോടതി പാസ്സാക്കുന്നത് പോലെ ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ച് അതിൽ തെളിവുകളൊന്നുമില്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ പ്രതികളും രക്ഷപ്പെടപ്പെടും, എല്ലാ പ്രതികളും അവരുടേതായിട്ടുള്ള വിടുതൽ നേടും. ക്രിമിനൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഒരു ചെങ്ങല പോലെയാണ്. കണ്ണികൾ അവിടെ ഇവിടെ അങ്ങ് കണ്ടെത്തിയിട്ട് കാര്യമില്ല. ഈ കണ്ണികൾ കൂട്ടിയോജിപ്പിക്കണം. പരസ്പരം വിട്ടുപോകാത്ത തരത്തിൽ ആ കണ്ണികൾ, അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കണ്ണികൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഒരു മഹാ ചെങ്ങലയായിട്ട് അത് മാറുമ്പോഴാണ് ക്രിമിനൽ കേസ്. പ്രതികൾ എന്താ ചെയ്യണേ? ആൻസർ ടു ദി ചാർജ് ആണ്. ഈ ചെങ്ങലയുടെ കണ്ണികളിൽ ഒരു ക്രിമിനൽ കേസാണല്ലോ ഇതിപ്പോ അന്വേഷിച്ച് ദിവസം പിന്നിട്ടല്ലോ. അപ്പോ ഇതിലെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ്, സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. ആ സ്വർണം കൊണ്ടുപോയ ആളുകൾ എവിടേക്കാണ് ഇത് വിറ്റഴിച്ചിട്ടുള്ളത്? സുഭാഷ് കപൂർ മോഡലൊക്കെ കോടതി ആശങ്കപ്പെട്ടു, അല്ലെങ്കിൽ ആരാഞ്ഞു. അതല്ല, ഇത് പ്യൂർ ആയിട്ടുള്ള മോഷണം മാത്രമാണ്. ഇപ്പോൾ ആകെ 484 ഗ്രാം സ്വർണ്ണമാണ് തൊണ്ടിയായിട്ട് കിട്ടിയിട്ടുള്ളത്. മോഷണത്തിൻ്റെ എക്സ്റ്റെൻറ്റ് അതല്ല. അപ്പോൾ കൊണ്ടുപോയ സ്വർണം ആർക്കൊക്കെ കൊടുത്തു, അത് ഏത് രൂപത്തിൽ മാറ്റി, ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന അവിടെ തിരികെ കൊണ്ടുവച്ചിരിക്കുന്ന വസ്തുക്കൾ ഒറിജിനലാണോ? ഇതിന്റെ ശാസ്ത്രീയ പരിശോധന, VSSCയിലെ പരിശോധനയൊക്കെ നടന്നു, ഫോറൻസിക് പരിശോധനകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും താങ്കൾ ഈ പറഞ്ഞ ഈ ചങ്ങലയുടെ രൂപത്തിൽ ഇത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇനി എത്ര നാൾ വേണം? ഇതിൽ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് കഴിയാത്തത് എന്നുള്ളതാണ് പ്രശ്നം. യെസ്, ഈ ചോദ്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ ആർക്കറിയാൻ? ആരാണ് അറിയേണ്ടത്? ഒന്ന് അറിയേണ്ടത് വിചാരണ കോടതി എങ്ങനെയാ അറിയണത്? കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ. ഇപ്പോ ഈ കേസ് വിചാരണ കോടതിയല്ല, മോണിറ്റർ ചെയ്യുന്നത് ഭരണഘടനാ കോടതിയാണ്. അതായത് അപ്പീൽ കോടതിയായ ഹൈക്കോടതി ഭരണഘടനാ കോടതിയാണ്. ആ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാർക്ക് മാത്രമേ ഇതിൽ നടത്തിയ അന്വേഷണം എന്ന് റിപ്പോർട്ട് രൂപത്തിൽ 11 ഇടക്കാല ഉത്തരവുകളുടെ രൂപത്തിൽ അവർ പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിച്ച ദിവസം തന്നെ അവർ ഇടക്കാല ഉത്തരവ് പാസ്സാക്കിയിട്ടുണ്ട്. ഇന്ന അന്വേഷണം, ഇന്നത്, ചിലത് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല, ചിലത് ഞങ്ങൾ പറയുന്നില്ല, അത് പറഞ്ഞാൽ അന്വേഷണത്തെ ബാധിക്കും, തെളിവ് നശിപ്പിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാനോ അഭിലാഷ് മോഹനോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്കോ ഒന്നും ഇതിന്റെ 1% പോലും നേരിട്ട് മനസ്സിലാക്കാൻ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ അവസരം കിട്ടിയിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയുകയാണ് എവിടെ ചെന്നു, എങ്ങനെ? ഇതാണ് ഒരു ക്രിമിനൽ അന്വേഷണത്തിലുള്ള ഇടപെടൽ. ആ ഇടപെടലാണ് മീഡിയ ട്രയൽ. അത് പാടില്ല എന്നതാണ് ഹൈക്കോടതി പറഞ്ഞത്, പല ഘട്ടത്തിലും സൂചിപ്പിച്ചത്. ഇപ്പോഴും ഹൈക്കോടതി പറയുന്നു മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുവാനുള്ള തെളിവ് ഈ കേസിലുണ്ട്, ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട്
കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നമേയല്ല. ഒറ്റ കാര്യം ചോദിക്കട്ടെ അഭിലാഷേ, കുറ്റപത്രം സമർപ്പിച്ചു എന്നിരിക്കുക, 90 ദിവസത്തിന് മുമ്പ് ഒരു 85-ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു എന്നിരിക്കുക, പ്രതിയുടെ ജാമ്യം നിഷേധിക്കപ്പെടുമോ? പ്രതിയുടെ അഭിഭാഷകന്റെ വാദം എന്തായിരിക്കും? കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു, ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓവർ, അതുകൊണ്ട് ഇനി എന്നിൽ നിന്ന് ഒരു തെളിവ് ശേഖരിക്കാനില്ല, അതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടണം. കുറ്റപത്രം സമർപ്പിച്ചു എന്ന കാരണത്താൽ എത്രയോ ജാമ്യം കൊടുക്കുന്നു. കാരണം ബെയിൽ ഈസ് ദ റൈറ്റ്, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചാൽ പിന്നെ ഒരിക്കലും സാക്ഷിയെ പിടിച്ചു എന്നോ മറ്റു തെളിവ് നശിപ്പിച്ചു എന്നോ വരില്ല. കാരണം ഓൾറെഡി കുറ്റപത്രമായി. അതൊക്കെ സാങ്കേതികമായിട്ടുള്ള നിയമത്തിൻ്റെതായിട്ടുള്ള നൂലാമാലയാണ്, പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ഇവിടെ രാഷ്ട്രീയ ഇംഗിതത്തിന് വഴങ്ങി ജനതയെ ബാധിക്കുന്ന വിഷയവും ബജറ്റിലെ നിർദ്ദേശങ്ങളും ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് കോൺഗ്രസ് ഒരു അജണ്ട നിശ്ചയിക്കുന്നു. അതനുസരിച്ച് എല്ലാവരും പൊളിറ്റിക്സിലേക്ക് പോവാം. അത് നടപ്പില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്.